ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് കോഴിക്കോട് ബൈപ്പാസിലാണ്. ഹൈലൈറ്റ് കഴിഞ്ഞ് വരുന്ന ഈ ഭാഗത്ത് ഇവിടെയാണ് നമ്മുടെ ടോൾ പ്ലാസയൊക്കെ വരുന്നത്. ടോൾ പ്ലാസ കുറച്ച് മുന്നേ ഭാഗത്താണ്, നമ്മൾ അങ്ങോട്ട് പോകുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ മുൻഭാഗത്തായിട്ട് വരുന്ന ഭാഗത്ത് ഇവിടെ നമുക്ക് കാണാം കോൺക്രീറ്റ് വാൾ കെട്ടിയിട്ടുണ്ട്. അതിൻ്റെ വർക്കുകളൊക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അതിന് ശേഷമാണ് ഇവിടെ നമുക്ക് ക്രഷ് ബാരിയറിൻ്റെ വർക്കുകൾ തുടക്കമിട്ടിട്ടുണ്ട്. അതിന് കമ്പിയൊക്കെ കാണാം. ഇവിടെ ഈ ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെ എന്താണെന്ന് അറിയില്ല, കുറച്ച് ഭാഗത്ത് വലിയ രീതിയിൽ കോൺക്രീറ്റ് ഒക്കെ ചെയ്തിട്ട് കാണുന്നുണ്ട്. ഫുട്പാത്തിൻ്റെ വർക്ക് പോലെ കാണുന്നുണ്ട്. അതിങ്ങനെ എങ്ങനെയാണെന്ന് അറിയില്ല കറക്റ്റായിട്ട്. ഇവിടെ വർക്കുകൾ നടക്കുന്നുണ്ട്. ഈ ഭാഗത്ത് ഇവിടെ ക്രാഷ് ബാരിയറിൻ്റെ വർക്ക് പോലെ കുറച്ച് ഭാഗത്ത് ഇങ്ങനെ വീതിയുള്ള ഒരു രീതിയിൽ കോൺക്രീറ്റ് ഒക്കെ ചെയ്യുന്നുണ്ട്. വർക്കേഴ്സ് ഇവിടെ കാണാം. ഇവിടെ വൺ സൈഡ് ടാറിങ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. അത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. നമ്മൾ ഇതൊക്കെ കാണിച്ചിരുന്നത് ഈ ഭാഗത്താണ് വാഹനങ്ങളൊക്കെ ഇപ്പോൾ പോകുന്നത്. രണ്ട് സൈഡിലേക്കും ഈ ഇതിലൂടെ തന്നെയാണ് വാഹനങ്ങളൊക്കെ കടന്നു പോകുന്നത്. ഇവിടെ കുറച്ച് മുൻഭാഗത്താണ് ടോൾ പ്ലാസ വരുന്നത്. അതും നമ്മുടെ കേരള സ്റ്റൈലിൽ ഓടൊക്കെ ഇട്ടിട്ടുള്ള ഒരു ഡിസൈനിലാണ് ടോൾ പ്ലാസൻ്റെ വർക്കുകൾ വരുന്നത്. അപ്പോൾ നമുക്ക് അങ്ങോട്ടാണ് ഇനി പോകാനുള്ളത്. ഇവിടെ ഇപ്പോൾ ഒരു പെട്ടെന്നൊരു ബ്ലോക്ക് ഉണ്ടായിട്ടുണ്ട്. ക്രെയിന് ഇവിടെ കയറ്റത്തിൽ സ്റ്റക്കായിട്ടുണ്ട്. ഇതാണ് കാണാം. ഇതിൻ്റെ ബാക്കിലൊക്കെ വാഹനങ്ങൾ വന്ന് നിൽക്കാൻ തുടങ്ങി. അപ്പോഴേക്കും ഹൈവേൻ്റെ വർക്ക് കഴിയാത്തതുകൊണ്ട് ഇങ്ങനെയുള്ള ബ്ലോക്കുകളൊക്കെ എല്ലാ ഭാഗത്തും ഇപ്പോൾ അനുഭവിക്കുന്നുണ്ട്. അപ്പോൾ പെട്ടെന്ന് വർക്കുകൾ തീർന്നാൽ നമുക്ക് വളരെ ഈസി ആയിട്ട് നമുക്ക് കോഴിക്കോട് ഭാഗത്തുനിന്ന് മലപ്പുറം ഭാഗത്തേക്കൊക്കെ നമുക്ക് യാത്ര ചെയ്യാൻ പറ്റും. അപ്പോൾ ടോൾ പ്ലാസിൻ്റെ വർക്കുകളൊക്കെ അവിടെ നടക്കുന്നുണ്ട്. നമ്മൾക്ക് അങ്ങോട്ടാണ് പോകാനുള്ളത്. ഈ ഭാഗത്തേക്ക് നമുക്കിനി കാണാൻ ഇവിടെയൊക്കെ മെറ്റൽ മിക്സ് ഒക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ വരെയാണ് ടാറിങ് കഴിഞ്ഞ്. ഇവിടുന്ന് അങ്ങോട്ടാണ് റോഡിൻ്റെ വർക്കുകൾ ഫുള്ളായിട്ട് കംപ്ലീറ്റ് കഴിഞ്ഞ് ഹൈലൈറ്റിൻ്റെ ഭാഗത്തേക്കൊക്കെ ഇവിടെ കുറേ വർക്കേഴ്സിൻ്റെ വണ്ടികളും മറ്റുമൊക്കെയാണ് ഇപ്പോൾ നിർത്തിയിട്ടതും ഒക്കെ കാണാം നമുക്ക് ഇവിടെ ഈ ഭാഗത്ത്. അപ്പോൾ ഇനി നമ്മൾക്ക് ടോൾ പ്ലാസൻ്റെ അങ്ങോട്ടാണ് പോകുന്നത്. ഇവിടെ ഒരു ലോറിയിൽ വലിയൊരു ബീം ഇവിടെ കയറ്റി വെച്ച് നിൽക്കുന്നത് കാണാം. ഇനി ഇത് കൊണ്ടുപോകാനൊക്കെ ഉള്ളതാണ്. നമുക്ക് മുന്നോട്ടുള്ള പോയി നോക്കാം. ഇതും കൂടെ മുന്നോട്ട് വരുമ്പോൾ നമുക്കിവിടെ കാണാം ടോളുമായിട്ട് ബന്ധപ്പെട്ട എന്തോ വേറെ ഒരു ഓഫീസോ അങ്ങനെ എന്തോ സംഭവം ഇവിടെയും സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ കമ്പികളും ഗർഡറുകളൊക്കെയാണ് ഇവിടെ കാണാം. അതിന് വേണ്ടിയുള്ള ഒരു വലിയൊരു ഫില്ലർ, ഇത് ഐമാസ് ലൈറ്റ് കൊടുക്കുന്നതാണ് തോന്നുന്നത്. ഇവിടെ ഇപ്പുറത്ത് കാണാം. ഇവിടെയും ഒരു വൺ സൈഡായിട്ടുള്ള ഈ ഒരു ഭാഗത്ത് ഇങ്ങനെ ഫില്ലറുകളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അവിടെ കാണാം നമുക്ക് ഗർഡറുകൾ വെച്ച് ഇതിൻ്റെ മുകളിലേക്ക് വെക്കുന്നതൊക്കെ. ഇവിടെ വേറൊരു ഡിസൈനിലാണ് ഇവിടുത്തെ വർക്കുകളൊക്കെ നടക്കുന്നത്. കറക്റ്റായിട്ട് ഒരു ഐഡിയ കിട്ടുന്നില്ല. പിന്നെ നമുക്ക് വർക്ക് കംപ്ലീറ്റ് ആവാത്തതുകൊണ്ട് ഇനിയും കുറേ മാറ്റങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട്. എന്തൊക്കെയാണെന്ന് നമുക്ക് അന്നേരം കാണാം. ഇതാണ് ഇവിടുത്തെ ഇപ്പോഴത്തെ ഒരു പുതിയൊരു മാറ്റങ്ങൾ കാണിക്കുകയാണ് നിങ്ങൾക്ക്. അപ്പോൾ അങ്ങോട്ടാണ് ടോള്, അവിടെയാണ് വരുന്നത് ആ ഭാഗത്ത്. അതിന് മുകളിൽ ഓടൊക്കെ വെക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഇവിടെ കാണുന്നത്. ഇത് തോന്നുന്നത് എനിക്ക് നമ്മുടെ ടോൾ പ്ലാസയൊക്കെ വരുന്ന ഭാഗത്ത് കോൺക്രീറ്റ് ചെയ്യുന്നു. സാധാരണയായിട്ട് കോൺക്രീറ്റിംഗ് ആണ് ചെയ്യാറ്, ടാറിങ് അല്ല. അപ്പോൾ ഇവിടെയൊക്കെ മെറ്റൽ മിക്സ് ചെയ്ത് നല്ല ഉറപ്പിച്ച സ്ഥലമാക്കിയിട്ടുണ്ട്. അതിൻ്റെ ശേഷം ഇവിടെ ഏകദേശം ഒരു 10-20 ഇഞ്ചോളം കനത്തിലാണ് ഇവിടെ കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് റോഡാണ്. ഇങ്ങനെയാണ് റോഡിൻ്റെ ഭാഗങ്ങൾ കോൺക്രീറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇനി അങ്ങോട്ടൊക്കെ കോൺക്രീറ്റ് ചെയ്യുമായിരിക്കും. വൺ സൈഡ് ആണ് ഇവിടെ കോൺക്രീറ്റ് ചെയ്യുന്നത് കാണുന്നത്. അപ്പുറത്തെ ടാറിങ് ആണ്. ഇവിടെ ഒരു ഡ്രെയിനേജ് പോലെയാണ് ഈ ഭാഗത്ത് കാണാം. ഒരു കുറച്ച് ഗ്യാപ്പൊക്കെ കാണുന്നുണ്ട്. ഇവിടെയൊക്കെ വെള്ളം കെട്ടി നിർത്തിയിരിക്കുന്നുണ്ട്. അതോ ഇനി ഈ ഭാഗത്ത് ഇത്രയും ഭാഗത്ത് കോൺക്രീറ്റ് ചെയ്തതിന് ശേഷം ബാക്കി ഭാഗത്ത് ടാറിങ് ചെയ്യുമോയെന്ന് അറിയില്ല കേട്ടോ. അങ്ങനെയൊക്കെയാണ് ഇതിവിടെ ഒരു ഡിസൈൻ കാണുന്നത്. ഇത് നേരെ ടോൾ പ്ലാസ തന്നെ അങ്ങോട്ടാണ് പോകുന്നത്, ആ ഭാഗത്തേക്ക്. അവിടെ ഒരു വണ്ടീൻ്റെ വെയിറ്റൊക്കെ ചെക്ക് ചെയ്യുന്ന ലോറിൻ്റെ ഒക്കെ ചെക്ക് ചെയ്യുന്ന ഒരു മെഷീനറി സംവിധാനങ്ങളൊക്കെ ഒരുക്കുന്നുണ്ട്. അങ്ങനെയുള്ള വർക്കുകളൊക്കെ അവിടെ നടക്കുന്നുണ്ട്. ഇതിൻ്റെ മുകളിലൊക്കെ വെള്ളം കൊടുന്ന് ഒഴിക്കുന്ന വണ്ടിയാണിത്. ഇതാണ് ഇവിടെ രാത്രിയിലൊക്കെ പണി നടക്കുന്നുണ്ട്. അതിന് വേണ്ടിയുള്ള ജനറേറ്റർ ലൈറ്റ് ഒക്കെ ഇവിടെ കാണാം. ഇവിടെ ഈ ഭാഗങ്ങൾ ഇങ്ങനെ കട്ട് ചെയ്ത് വെക്കുന്നുണ്ട്.
കോൺക്രീറ്റ് ചെയ്തതിന് ശേഷം കട്ടിങ് ചെയ്യുന്നുണ്ട്. എന്നാൽ മാത്രമാണ് ഇത് കുറച്ചും കൂടെ ഇത് ഉണ്ടാവുള്ളൂ തോന്നുന്നുണ്ട്. ഇങ്ങനെ കൂടുതൽ കാലം നീണ്ടു നിൽക്കുന്ന ഒരു ഇതായി മാറുള്ളൂ തോന്നുന്നത്. അത്രയും ഭാഗം പിന്നീട് ഇവർ എന്തെങ്കിലും കംപ്ലൈൻറ്റുകളൊക്കെ പറ്റിക്കഴിഞ്ഞാൽ ആ ഭാഗം മാത്രം കോൺക്രീറ്റ് ചെയ്തുകൊണ്ട് വീണ്ടും ക്ലിയർ ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് ആക്കാം. അതിന് വേണ്ടിയാണ് തോന്നുന്നത്. അതിനാണ് ഇവിടെ ഇങ്ങനെ കട്ട് ചെയ്ത് ഇടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ലൈനൊക്കെ ഇട്ടിട്ടുണ്ട്. അതിൻ്റെ മെഷീനാണിത്. അതുകൊണ്ടായിരിക്കും അവർ പക്ഷേ ഇങ്ങനെ ചെറിയ ചെറിയ പീസുകളായിട്ട് കോൺക്രീറ്റ് ചെയ്യുന്നത്. അവ ഇനി ബാക്കി ഭാഗത്തേക്കും കോൺക്രീറ്റ് ചെയ്യുമായിരിക്കും. ഇത്രയും ഭാഗത്ത് കോൺക്രീറ്റ് ചെയ്യുകയാണെങ്കിൽ ഹൈറ്റ് കറക്റ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കാണാം. അപ്പോൾ ഇങ്ങോട്ടും കോൺക്രീറ്റിങ് ചിലപ്പം വരാൻ സാധ്യതയുണ്ട്. അതാണ് നമ്മൾ പറഞ്ഞ വെയിറ്റ് നോക്കുന്ന മെഷീനറി സംവിധാനങ്ങളൊക്കെ അവിടെയാണ്. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ടിനൊക്കെ വളരെ താങ്ക്സ്. നല്ല രീതിയിൽ നമ്മുടെ ചാനലിലൊക്കെ മുന്നോട്ട് പോകുന്നുണ്ട്. അപ്പോൾ ഒരുപാട് പേര് പുതുതായിട്ടൊക്കെ സബ്സ്ക്രൈബേഴ്സ് വന്നിട്ടുണ്ട്. വളരെ വലിയ താങ്ക്സ് പറയുകയാണ്. തുടർന്നും നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാകാൻ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ആദ്യമായിട്ട് വരുന്നവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതാണ് കോഴിക്കോട് ബൈപ്പാസിൽ നമ്മളെ ടോൾ പ്ലാസ വരുന്നതിൻ്റെ ഫ്രണ്ട് ഭാഗത്ത് വരുന്ന കുറച്ച് ഭാഗത്തുള്ള കാഴ്ചകളാണിത്. ഈ ഭാഗത്തുനിന്ന് നമ്മൾ അങ്ങോട്ടാണ് ഇനി പോകേണ്ടത്, ടോൾ പ്ലാസൻ്റെ അടുത്തേക്ക്. അത് ഇതാണ് കോഴിക്കോട് ബൈപ്പാസിൽ വരുന്ന ടോൾ പ്ലാസ. ടോൾ പ്ലാസൻ്റെ ഡിസൈന് നമ്മുടെ കേരള സ്റ്റൈലിലാണ്. ഓട് മേയുന്ന ഒരു രീതിയിലാണ് ഇവിടെ ഓട് മേയുന്നുണ്ട്. അങ്ങനെ ഒരു ഡിസൈനിലാണ് ടോൾ പ്ലാസേൻ്റെ വർക്ക് നടക്കുന്നത്. അപ്പോൾ അതിൻ്റെ മുകളിലൊക്കെ ഓട് കൊണ്ടുവന്ന് വെക്കുന്നുണ്ട്. ഈ സൈഡിൽ ഇവിടെ മെറ്റൽ മിക്സ് ഒക്കെ ചെയ്യുന്നുണ്ട്. അവിടെയും ഒരു വെയിറ്റിംഗ് ടെസ്റ്റ് ചെയ്യുന്ന ഒരു മെഷീൻ സംവിധാനങ്ങൾ ഒരുക്കുന്നുണ്ട്. പിന്നെ മുകളിലേക്ക് കയറി പോകാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്റ്റെപ്പ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ കട്ടായിട്ടുള്ള പടവ് നടക്കുന്നുണ്ട്, ഓട് ചെയ്യുന്നുണ്ട്. എല്ലാ വർക്കും കൂടെ ഒരുമിച്ചാണ് ചെയ്യുന്നത്. വളരെ വേഗത്തിൽ വർക്കുകൾ നോക്കുന്നുണ്ട്. ഇവിടെ പെട്ടെന്നാണ് ഇങ്ങനെ ഒരു വലിയൊരു മാറ്റങ്ങൾ സംഭവിച്ചത്. നമുക്ക് കാണാം, അങ്ങോട്ടൊക്കെ നോക്കുമ്പോൾ തന്നെ ഇത്രയും ഭാഗത്ത് വലിയൊരു മാറ്റങ്ങൾ സംഭവിച്ചു. അവിടെ ആയിരുന്നു ഇങ്ങനെ കോൺക്രീറ്റിൻ്റെ വാള് കൊടുത്തിരുന്നത്. ആ സൈഡിൽ നമ്മൾ കാണിച്ചിരുന്നത് സൈഡിൽ നിന്ന് ഇങ്ങനെ ഒരു ലെയറായിട്ടായിരുന്നു കോൺക്രീറ്റിൻ്റെ വാള് കൊടുത്തിരുന്നത്. അപ്പോൾ അതൊക്കെ നമ്മൾ കാണിച്ചതാണ്. ഇനി അങ്ങോട്ടൊന്നും പോയിട്ട് വെറുതെ കാണിക്കുന്നില്ല. അപ്പോൾ ഇതാണ് നമ്മുടെ കോഴിക്കോട് ബൈപ്പാസിൽ വന്നിട്ടുള്ള ടോൾ പ്ലാസൻ്റെ വർക്ക് നടക്കുന്നത്. ഒരാഴ്ച വരെ ഈ ഭാഗത്തൊക്കെ നല്ല ബ്ലോക്കായിരുന്നു. ഇവിടെ ഈ വർക്ക് നടക്കുന്നതുകൊണ്ട് ഇപ്പം നല്ല രീതിയിൽ സുഖമായിട്ട് വാഹനങ്ങളൊക്കെ പോകുന്നുണ്ട്. കാണാം, നമുക്ക് ബ്ലോക്കുകളൊന്നും ഇല്ലാതെ പോകുന്നുണ്ട്. അപ്പോൾ നമ്മളൊക്കെ ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് വന്നിട്ടുണ്ട്. ഇവിടെ നിന്ന് കാഴ്ച കാണാൻ വേണ്ടി ഇവിടെ നിന്ന് നോക്കുമ്പോൾ നമുക്ക് കാണാം കുറച്ച് മുകൾ ഭാഗത്തൊക്കെ ഓട് വെച്ചതായിട്ട് കാണാം നിങ്ങൾക്ക്. അപ്പോൾ ഈ സൈഡിലാണ് ആദ്യമായിട്ട് ഓട് വെച്ചിട്ടുള്ളത്. പിന്നെ ഇവിടെ കോൺക്രീറ്റ് ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള ഒരു മെഷീനും സംവിധാനങ്ങളൊക്കെ ഇവിടെ കാണുന്നുണ്ട്. ഇവിടെ അതിൻ്റെ ഒരു വണ്ടിയൊക്കെ കാണുന്നുണ്ട്. ഇവിടെയാണ് ഇതിൻ്റെ മുന്നിൽ വരുന്ന ഒരു പാലം, മാമ്പുഴ പാലം. മാമ്പുഴ പാലത്തിൻ്റെ അടുത്ത് തന്നെ പുതുതായിട്ടൊരു പാലത്തിൻ്റെ വർക്ക് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. അതിൻ്റെ മുകളിലൂടെ വാഹനങ്ങളാണ് കടന്നു വരുന്നത്. ആ വരുന്ന ലോറിയൊക്കെ അവിടെ നിന്ന് വരുന്നതാണ്. പഴയ പാലം അതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ്. പഴയ പാലത്തിന് കുറച്ച് വീതി കുറവൊക്കെ ഉണ്ട്. എല്ലാ ഭാഗത്തും ഇതുപോലെ ഇപ്പോൾ ഒരുപാട് പഴയ പാലങ്ങളുണ്ട്. പഴയ പാലങ്ങളാണ് പ്രശ്നം. ആ ഭാഗത്ത് കുറച്ച് വീതി കുറവ് എല്ലാ ഭാഗത്തും വരുന്നുണ്ട്. ഇതുപോലെ നമ്മുടെ അറപ്പുഴ പാലത്തിൻ്റെ അടുത്ത് വരുന്നുണ്ട്. പഴയ പാലമാണ് അറപ്പുഴ പാലം. അതിൻ്റെ അടുത്ത് പുതിയൊരു പാലം കൂടെ വരുന്നുണ്ട്. അതുകൊണ്ട് ആ പ്രശ്നങ്ങൾ പരിഹരിക്കുമായിരിക്കാം. പിന്നെ നമ്മുടെ മലപ്പുറം ജില്ലേൻ്റെ ഭാഗത്തേക്ക് വരുന്ന ഒരുപാട് ഭാഗത്ത് ഇങ്ങനെ പഴയ പാലങ്ങളുണ്ട്. കുളപ്പുറം കൂരിയാട് ഭാഗത്ത് കഴിഞ്ഞ ഒരു വീഡിയോയിൽ നമ്മൾ കാണിച്ച് പുതുപൊന്നാനി ഭാഗത്ത് അങ്ങനെയുള്ള ഭാഗങ്ങളിലൊക്കെ പുതിയ പാലത്തിൻ്റെ അടുത്ത് പഴയ പാലം തന്നെ. ആ ഭാഗത്ത് കുറച്ച് വീതിയൊക്കെ കുറവാകാൻ സാധ്യതയുണ്ട്. അങ്ങനെയുള്ളൊരു സംഭവങ്ങളൊക്കെ ഉണ്ട്. ഇതിൻ്റെ സൈഡിലേക്ക് നോക്കുമ്പോൾ നമുക്ക് കാണാം ഇവിടെയൊക്കെ ഒന്നും സർവീസ് റോഡൊന്നുമില്ല. കാരണം ഇവിടെ ടോൾ പ്ലാസ ആകുമ്പോൾ അങ്ങനെയുള്ളതൊന്നും കൊടുക്കില്ല.
ഈ ഭാഗത്ത് ഒരു കുഴൽക്കിണർ പുതുതായിട്ട് കുഴൽക്കിണർ ചെയ്തിട്ടുണ്ട് ഇവർക്ക് ആവശ്യമുള്ള വെള്ളത്തിൻ്റെ വേണ്ടിയിട്ടായിരിക്കാം. ഈ ഭാഗത്ത് വേറെ ഒന്നും കാണുന്നില്ല. ഇവിടെ കോൺക്രീറ്റ് ക്രാഷ് ബാരിയറിൻ്റെ വാള് വരാനുള്ളതാണ്. അപ്പോൾ ഇനി നമുക്ക് മുന്നിലുള്ള എന്തൊക്കെയാണ് പുതുതായിട്ടുള്ള ആ ഭാഗത്ത് എന്തൊക്കെ വന്നിട്ടുള്ളത് നോക്കാം. പാലത്തിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് പോയി നോക്കാം. നമ്മൾ പാലത്തിൻ്റെ താഴ്ഭാഗത്തേക്ക് വന്നിട്ടുണ്ട്. ഇവിടെ വരുമ്പോൾ കാണാം നമുക്ക് ഇവിടെ ഒരു ചതുപ്പായൊരു സ്ഥലമാണ്. വെള്ളക്കെട്ടുകളൊക്കെ നിറഞ്ഞ ഒരു ഭാഗമാണ്. ശരിക്കും ഇവിടെ ഒരു പുഴ അങ്ങനെയൊന്നുമല്ല, ഒരു ചെറിയൊരു തോടൊക്കെയാണ്. ഇവിടെ വരുമ്പോൾ കാണാം നമുക്ക് പുതുതായിട്ട് ഒരു പാലം കൂടെ നിർമ്മിക്കുന്നുണ്ട്. പഴയ പാലമാണ് ആ കാണുന്നത്. അപ്പുറത്താണ് പുതിയ പാലം വർക്ക് കഴിഞ്ഞിട്ടുള്ളത്. അതിൻ്റെ മുകളിലൂടെ വാഹനങ്ങളൊക്കെ പോകാൻ തുടങ്ങിയിട്ടുണ്ട്. ഇവിടെ കാണാം അതിൻ്റെ തുടക്കം കാണാം. അവിടെയൊക്കെ ഗർഡറുകളൊക്കെ വെച്ച് കഴിഞ്ഞിട്ടുണ്ട് മുന്നിൽ. ഇനി ഇങ്ങോട്ട് ആണ് വെക്കാനുള്ളത്. അപ്പോൾ ഇവിടെ അങ്ങനത്തെ ഒരു പ്രശ്നം വരില്ല. ടോളിൻ്റെ മുന്നിൽ വരുന്ന ഈ മാമ്പുഴ പാലത്തിൻ്റെ അടുത്ത് പുതുതായിട്ട് ഒരു പാലത്തിൻ്റെ വർക്കും കൂടെ നടക്കുന്നുണ്ട്. ഇവിടെ ഇങ്ങനെ മണ്ണൊക്കെ നിറച്ച് ഫില്ലാക്കിയിട്ടുണ്ട്. ഈ ഭാഗമൊക്കെ ഇവിടെ ഒരു ചതുപ്പായ സ്ഥലത്താണ് പാലം വരുന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ വീതിയുടെ ഒരു പ്രശ്നം വരും തോന്നില്ല. ഈ ഭാഗത്ത് പുതിയൊരു പാലത്തിൻ്റെ വർക്കും കൂടെ നടക്കുന്നുണ്ട്. അങ്ങനെയാണ് ഇവിടെ. ഇതാണ് ഇവിടെ വരുന്ന തോട്. ഈ തോട് ആണ് ഇപ്പോൾ ഇതിൻ്റെ മുകളിൽ മണ്ണൊക്കെ ഇട്ടിട്ട് അവിടെ ഒരു പൈപ്പൊക്കെ കൊടുത്തിട്ടുണ്ട്. വെള്ളം അങ്ങോട്ടും ഇങ്ങോട്ടും ഒഴുകാൻ വേണ്ടിയിട്ടുള്ള വെള്ളം ഒഴുക്കൊന്നുമില്ല, എന്നാലും എന്തെങ്കിലും മഴയൊക്കെ വന്നിട്ട് വെള്ളം കെട്ടാവാതിരിക്കാൻ ഇവിടെ ഒരു പൈപ്പൊക്കെ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ കൊടുത്ത് കാണാം. ആമ്പലുകളൊക്കെ ഉണ്ട്. താമരയാണ് തോന്നുന്നത്. താമര പൂക്കളൊക്കെ വേറെ പൂക്കളൊക്കെ കാണുന്നുണ്ട്. ഇതാണ് ഗർഡറുകൾ വെച്ചത് കാണാം. ഇവിടെ വലിയ ക്രെയിനുകളുണ്ട്. 2 ക്രെയിനുകൾ കാണാം. ഇത് പൊക്കി വെക്കാനുള്ളതാണ്. അപ്പോൾ ഇവിടെ 2 ഭാഗത്തും പുതിയ പാലങ്ങൾ വരുന്നുണ്ട്. കോഴിക്കോട് ഭാഗത്ത് വരുന്ന അറപ്പുഴ പാലത്തിൻ്റെ അടുത്തും മാമ്പുഴ പാലത്തിൻ്റെ അടുത്തും പുതുതായിട്ട് 2 പാലം കൂടെ വന്നിട്ടുണ്ട്. പുതുതായിട്ട് 2 പാലം. ഒന്ന് ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ, ഒന്ന് ഇപ്പോൾ ഈ സൈഡിൽ വന്നിട്ടുള്ളത്. അപ്പോൾ പഴയ പാലത്തിൻ്റെ തൊട്ട് ചാരി തന്നെ വരുന്നത്. ഇതുപോലെ തന്നെയാണ് അറപ്പുഴ പാലത്തിൻ്റെ അവിടെ. മറ്റുള്ള ഭാഗത്തൊക്കെ പഴയ പാലം തന്നെ. അതിൻ്റെ മുകളിൽ റീവർക്കൊക്കെ ചെയ്തിട്ടാണ്. മലപ്പുറം ജില്ലേൻ്റെ ഭാഗത്ത് വരുന്ന ഭാഗത്തൊക്കെ കുളപ്പുറം കൂരിയാട് ഭാഗത്ത് നമ്മുടെ ഇപ്പോൾ ഇനി കുറ്റിപ്പുറം ഭാഗത്ത് എങ്ങനെയാണെന്ന് ഒരു ഐഡിയ ഇല്ല. അവിടെ ഇപ്പോൾ ഒന്നും ചെയ്തിട്ടില്ല. അതുകൊണ്ട് അതിനെപ്പറ്റി ഒന്നും പറയാൻ വയ്യ. അവിടെ ഒരു പഴയ പാലം ആണ് ഉള്ളത്. അത് റെയിൽവേൻ്റെ മുകളിലൂടെയൊക്കെയാണ് കടന്നു പോകുന്നത്. അവിടെയൊക്കെ കുറച്ച് സമയം എടുക്കുമായിരിക്കും വർക്കുകൾ. ഇതാണ് നമ്മുടെ ഇവിടെയുള്ള മാമ്പുഴ പാലം. മാമ്പുഴ പാലം കാണുന്നത് അതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് പുതിയ പാലത്തിൻ്റെ വർക്ക് നടക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് മുന്നോട്ടുള്ള കാഴ്ചകൾ എന്താ നോക്കാം. മുകളിലോട്ട് വന്നിട്ടുണ്ട്. ഇതാണ് മാമ്പുഴ പാലം, മാമ്പുഴ ബ്രിഡ്ജ് എന്നുള്ള ഒരു ബോർഡൊക്കെ അവിടെ ഉണ്ട്. അപ്പോൾ ഇതാണ് പുതുതായിട്ടുണ്ടാക്കിയ പാലം. പാലത്തിലൂടെ വാഹനങ്ങളൊക്കെ പോകാൻ തുടങ്ങിയിട്ടുണ്ട്. 3 ലൈനായിട്ടുള്ള വീതിയുണ്ട്. ഇവിടെയാണ് 2 ലൈനായിട്ടുള്ള പാലമാണ് ഇപ്പോഴുള്ള പഴയ പാലമാണ്. അതിനാണ് പുതിയൊരു പാലം അവിടെ സെറ്റ് ആക്കുന്നുണ്ട്. അതിൻ്റെ വർക്കുകളൊക്കെ നടക്കുന്നപ്പോൾ നമ്മൾ കണ്ടു. ബോർഡ് കാണാം. ഇവിടുന്ന് അങ്ങോട്ട് കാണുമ്പോൾ നമുക്ക് കുറേ ഭാഗത്ത് ഇനിയും വർക്കുകളൊക്കെ നടക്കാനുണ്ട്. ഇതിൻ്റെ മുൻഭാഗത്തൊക്കെ ഇവിടെ കോഴിക്കോട് ഭാഗത്ത് വർക്കുകളൊക്കെ കംപ്ലീറ്റ് ആയി എന്ന് പറഞ്ഞാൽ ആയി, ഇല്ല എന്ന് പറഞ്ഞാൽ ഇല്ല. അങ്ങനെ ഒരു അവസ്ഥയിലാണ്. കുറേ ഭാഗത്ത് ഇനിയും വർക്കുകൾ ഒരുപാട് ഭാഗത്തുണ്ട്. ഇവിടെയൊക്കെ ക്രാഷ് ബാരിയറിൻ്റെ വർക്കുകൾ ഇനിയും ബാക്കിയുണ്ട്. അങ്ങനെ പല ഭാഗങ്ങളിലും ഇനിയും കുറേ വർക്കുകൾ ബാക്കിയുണ്ട്. നമ്മൾ വാർത്തകളിലൊക്കെ കേട്ടത് വളരെ വേഗത്തിൽ വർക്കുകൾ കഴിഞ്ഞു, ഇതാ തുറന്നു കൊടുക്കാൻ പോകുന്നു, അടുത്ത മാസം തുറന്നു കൊടുക്കും എന്നൊക്കെ പറയുന്നത് നമ്മളൊരു വീഡിയോയിൽ ഒരുപാട് കേട്ടതാണ്. പക്ഷേ വർക്കുകൾ വന്ന് നോക്കുന്ന സമയത്ത് ഇനിയും ഒരുപാട് വർക്കുകൾ നടക്കാനുണ്ട്. അപ്പോൾ മലപ്പുറം ജില്ലേൻ്റെ ഭാഗത്താണ് ഇനി 4 സ്പോട്ടുകൾ മാത്രമായിട്ടുള്ളത്. കുളപ്പുറം, കൂരിയാട്, കോട്ടക്കൽ ബൈപ്പാസ്, വട്ടപ്പാറ, കുറ്റിപ്പുറം ഭാഗങ്ങളിൽ മാത്രമാണ് ഇനി. അത് നമുക്ക് 4 സ്പോട്ടുകൾ മാത്രമാണെന്ന് നമുക്ക് തീർത്തും പറയാം. അത്രയും ഭാഗത്ത് മാത്രമാണുള്ളത്. ബാക്കിയുള്ള ഭാഗത്തൊന്നും ഇനി വർക്കുകൾ കാര്യമായിട്ടില്ല. ഫിനിഷിംഗ് വർക്കിൻ്റെ ഭാഗമായിട്ട് റോഡ് ക്ലീൻ ചെയ്യാനും കുറച്ച് ഭാഗങ്ങളിലൊക്കെ പെയിൻറ്റിംഗ് ഒക്കെ ചെയ്യാനും അങ്ങനെയുള്ള വർക്കുകൾ മാത്രമേ ഉള്ളൂ. ഇവിടെയൊക്കെ ഇതുപോലുള്ള നല്ല വർക്കുകൾ തന്നെ ഉണ്ട്. സർവീസ് റോഡുകൾ കെട്ടാനുണ്ട്.
ഹൈലൈറ്റിൻ്റെ അടുത്തൊക്കെ സർവീസ് റോഡിൻ്റെ വർക്ക് പോലും കംപ്ലീറ്റ് ആയിട്ടില്ല. അവിടെയൊക്കെ വലിയ പാറകൾ ഇനിയും പൊട്ടിച്ചെടുത്ത് വർക്കുകൾ നടക്കാനുണ്ട്. അങ്ങനെയുള്ള വർക്കുകളൊക്കെ നടക്കാനുണ്ട്. ഇവിടെ കാണാം നമുക്ക് ഈ ഭാഗത്ത് ഒരു സർവീസ് റോഡ് പോലെ കൊണ്ടുവന്ന് നിർത്തിയിട്ടുണ്ട്. ഇവിടെയൊക്കെ വെള്ളം നിറഞ്ഞ് നിൽക്കുന്നുണ്ട്. ആ ഭാഗത്തേക്കൊക്കെ അവിടെയൊക്കെ ഷോപ്പുകളൊക്കെ ഉണ്ട്. അങ്ങോട്ടൊക്കെ പോകാനുള്ള ഒരു സർവീസ് റോഡ് കൂടെയാണ്. അപ്പോൾ ഞാൻ ഈ വീഡിയോ ഇവിടെ നിർത്തുകയാണ് ഫ്രണ്ട്സ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ കോഴിക്കോട് ബൈപ്പാസിൽ പുതുതായിട്ട് വന്നിട്ടുള്ള നമ്മുടെ ടോൾ പ്ലാസൻ്റെ അടുത്തുള്ള പുതിയ മാറ്റങ്ങൾ. അപ്പോൾ വീണ്ടും നമുക്ക് പുതിയൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം, ബൈ ബൈ, ജയ് ഹിന്ദ്.